അയിരൂർ കഥകളി ഗ്രാമത്തിൽ പമ്പാമണൽപ്പുറത്തെ ശ്രീ വിദ്യാധിരാജ നഗറിൽ ആട്ടവിളക്കിൽ തിരിതെളിഞ്ഞു. ജനുവരി 12 വരെ നടക്കുന്ന കഥകളിമേള സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു. കേരളം ലോകത്തിന് സമർപ്പിച്ച കലാരൂപമാണ് കഥകളിയെന്നും കേരളത്തിൽ മറ്റൊരിടത്തും ലഭിക്കാത്ത കലാ അനുഭവമാണ് അയിരൂർ കഥകളിമേളയിൽ നിന്ന് ലഭിക്കുന്നതെന്നും സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ പറഞ്ഞു. അയിരൂർ കഥകളി ഗ്രാമത്തിൽ പമ്പാമണപ്പുറത്തെ വിദ്യാധിരാജ നഗറിൽ ജനുവരി 6 മുതൽ 12 വരെ നടക്കുന്ന കഥകളിമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഥകളി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മഹത്തായ കലാരൂപമാണ്. പെർഫെക്റ്റ് ആർട്ട് എന്ന് പറയണം. ഞാൻ പല കലാരൂപങ്ങളും ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ കഥകളി പോലെ അത്ര ആഴത്തിൽ പഠിച്ച് പരിശീലിച്ച് രംഗത്ത് അവതരിപ്പിക്കുന്ന മറ്റൊരു കലാരൂപവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു ഗ്രാമത്തെ ഒരു കലയുടെ പേരിൽ ആധികാരികമായി അടയാളപ്പെടുത്തിയ ആദ്യ പ്രദേശമാണ് അയിരൂർ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കഥകളി നടൻ സദനം ഭാസിക്ക് 2024 നാട്യഭാരതി അവാർഡ് സമർപ്പണവും നടന്നു. പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 18ാമത് കഥകളി മേളയിൽ എല്ലാ ദിനവും വൈകിട്ട് 6 മുതൽ മേജർ സെറ്റ് കഥകളിയും നടക്കും. 1000ഓളം കലാകാരന്മാരാണ് മേളയിൽ പങ്കെടുക്കുക. കഥകളി എന്ന കലാരൂപത്തെ അടുത്തറിയുന്നതിനായി സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി മേളയിലെ 6 ദിവസങ്ങളിലും കഥകളി പാഠ്യകളരിയും നടക്കും. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നായി 100ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 25,000ഓളം കുട്ടികൾ കഥകളി പാഠ്യകളരിയിൽ പങ്കെടുക്കും. ജില്ലാ കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് ഡി പ്രസാദ് കൈലാത്ത് ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു. റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. 12-ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. അയിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി പ്രഭാകരൻ നായർ, വാസ്തുവിദ്യാ ഗുരുകുലം ഡയറക്ടർ PS പ്രിയദർശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.